ബഹുമാനപ്പെട്ട നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹി നബി തങ്ങൾ പറഞ്ഞു വൈനഗിബത അൻഹാ ഹഫിളതക ഫീ മാലിക വ നഫ്സിഹാ. പിന്നേതാ സ്വാലിഹത്തായ പെണ്ണോ, നീ സ്ഥലത്തില്ലാതിരിക്കുമ്പോ നിന്റെ സ്വന്തം ശരീരത്തെയോ നിന്നിലൂടെ ഉണ്ടായ മക്കളെയോ സംരക്ഷിക്കുന്ന പെണ്ണ് സ്വാലിഹത്താണ്. നിന്റെ സമ്പത്തിനെ സംരക്ഷിക്കുന്ന പെണ്ണ്, ദൂർത്തടിക്കുന്ന പെണ്ണല്ല. നീ കൊടുത്തുവിടുന്ന ഓരോ കാശുകളും അതേ കണക്കില്ലാതെ ചിലവഴിച്ച് എഴുതി വാങ്ങിയ ഒപ്പിട്ട് വാങ്ങിയ ചെക്ക് എങ്ങനെയാ ഉമ്മ ചെക്കായതെന്ന് പോലും നിങ്ങൾ ആലോചിക്കുന്നില്ലല്ലോ. ഗൾഫ് രാജ്യത്ത് പോയ പ്രവാസികളോ അവരെ ശരീരം മാസകളോ ചുട്ടുവഴുക്കുന്ന മണലാരണ്യത്തിൽ കഷ്ടതയനുഭവിച്ചോ അവരുണ്ടാക്കിയ സമ്പത്തിൽ നിന്നൊരു വിഹിതോ അല്ലെങ്കിൽ എന്റെ മക്കളെ കഷ്ടപ്പെടരുതെന്ന് മനസ്സിലാക്കി എന്റെ മക്കളെ പട്ടിണി കിടക്കരുതല്ലോ, എന്റെ ഭാര്യ പട്ടിണി കിടക്കരുതല്ലോ, അവർ നല്ലൊരു വീട്ടിൽ താമസിക്കണമല്ലോ എന്ന് മനസ്സിലാക്കി ജീവിതത്തിലുണ്ടാവുന്ന എല്ലാ പ്രയാസങ്ങളും സഹിച്ചുകൊണ്ടോ നിങ്ങളെ ഭർത്താവ് കൊടുത്തുവിടുന്ന ചെക്കുകളില്ലേ, ഈ ചെക്കുകളിൽ നിന്ന് നിങ്ങൾ ഒപ്പിട്ട് വാങ്ങുന്ന കാശുകളില്ലേ, ഏതാണ് ആ കാശ്? അത് മണത്ത് നോക്കിയാ കഴി കാണുവാനോ അത് വാസനിക്കാനോ നിങ്ങളെ കൊണ്ട് കഴിയില്ല. അതിൽ നിങ്ങളെ ഭർത്താവിന്റെ വേദനയുടെ ഒരു അംശമുണ്ട് കേട്ടോ, ആ ഭർത്താവിന്റെ വിയർപ്പിന്റെ ഗന്ധമുണ്ട് കേട്ടോ. അദ്ദേഹമില്ല എന്ന് കാണുമ്പോഴേക്ക് ഷോപ്പിങ്ങിന്റെ പേരിലോ അതല്ലെങ്കിൽ പരിപാടിയുടെ പേരിലോ ആഘോഷങ്ങളുടെ പേരിലോ പുറത്തിറങ്ങുന്ന ഉമ്മമാരുണ്ടെങ്കിൽ നിങ്ങൾ സ്വാലിഹത്തുകളല്ല. ഹബീബായ നബി തങ്ങൾ ഒരു ഹദീസ് പറയുന്നുണ്ട്. ആ കൂടെ ഞാനൊന്ന് പറയട്ടെ എന്റെ ഉമ്മമാരെ, നിങ്ങളോട് ഞാൻ പറഞ്ഞില്ലേ ഭർത്താവിന്റെ വസ്ത്രം അലക്കി കൊടുക്കൽ സുന്നത്തുണ്ട്, എന്നാൽ അത് നിർബന്ധമില്ല. നിങ്ങൾ കൂലി ചോദിച്ചാൽ നിങ്ങൾക്ക് നൽകണമെന്ന്, എന്നാ നിങ്ങൾക്ക് കിട്ടുന്ന ചില പ്രതിഫലങ്ങളുണ്ട്. ഏതാണ് പ്രതിഫലമെന്നറിയണോ? ഹബീബായ നബി മുഹമ്മദ് റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാ, ഏതെങ്കിലും ഒരു സ്വാലിഹത്തായ പെണ്ണ് അവളുടെ ഭർത്താവിന്റെ തൃപ്തിക്ക് വേണ്ടി അവന്റെ ഒരു വസ്ത്രം അലക്കി കൊടുത്താൽ, ഒരൊറ്റ വസ്ത്രം ഉമ്മമാര് ശരിക്ക് ശ്രദ്ധിച്ചോ, ഒരു വസ്ത്രം ഒരു പെണ്ണ് അലക്കി കൊടുക്കുകയാണ് ഭർത്താവിന്റേത്. ഭർത്താവിന്റേത് അലക്കി കൊടുക്കുമ്പോ റബ്ബിന്റെ പൊരുത്തമാണ്. എന്റെ ഭർത്താവിന്റെ പൊരുത്തം കിട്ടണമെന്ന് ഉദ്ദേശിച്ചുകൊണ്ട് ഏതെങ്കിലും ഒരു പെണ്ണ് അവളുടെ ഭർത്താവിന്റെ വസ്ത്രം അലക്കി കൊടുത്താൽ, ബഹുമാനപ്പെട്ട നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അവളെ തൊട്ട് നരകത്തിന്റെ 8 കവാടങ്ങള് അല്ലാഹു അടച്ചു കൊടുക്കുന്നു. ഒരു വസ്ത്രം അലക്കി കൊടുത്തതിന്റെ പേരിൽ അല്ലാഹു തആല അവൾക്ക് 1000 നന്മകൾ എഴുതി കൊടുക്കുമെന്ന് ലോകത്തിന്റെ മുത്തേ മുഹമ്മദ് റസൂലുള്ളാഹ്. ഒരൊറ്റ വസ്ത്രത്തിന് 1000 നന്മയാണ്. അല്ലാഹു തആല അവളുടെ 2000 ചെറുദോഷങ്ങള് അല്ല പുറത്തു കൊടുക്കുന്നു കേട്ടോ. ഉമ്മമാരെ, നമ്മൾ ഒന്നാക്കണ്ട. 1000 വസ്ത്രമാണോ അലക്കി കൊടുക്കുന്നതെങ്കിൽ എത്രയാ നിങ്ങൾക്ക് പ്രതിഫലം അല്ലാഹു തആല നൽകുന്നത്. അതുകൊണ്ട് ഭർത്താവിനോട് കൂലി വാങ്ങാൻ നാളെ ചെല്ലാൻ നിൽക്കണ്ട. പിന്നെ ഞാനിത് അലക്കി കൊടുത്താൽ എന്റെ റബ്ബ് തആല എനിക്ക് പ്രതിഫലം നൽകുമല്ലോ. എന്റെ ജീവിതത്തിലുണ്ടായ ചെറുദോഷങ്ങളോ എന്റെ റബ്ബ് പുറത്തു തരുമല്ലോ. ഈ ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ വേണോ. അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. മാ മിൻ റഅത്തിൻ, ഏതൊരു പെണ്ണും ഖദമത്തിൽ സൗജിഹാ സബഅത അയ്യാം, ഒരു പെണ്ണ് സ്വന്തം ഭർത്താവിന് 7 ദിവസം, കൂടുതലൊന്നുമില്ല 7 ദിവസം സേവനം ചെയ്തു കൊടുത്താൽ, അദ്ദേഹം ഗൾഫിൽ നിന്ന് ഒരാഴ്ചക്ക് ലീവിന് വന്നതാണ്, എന്നാ ഒരു 7 ദിവസമോ സ്വന്തം ഭർത്താവിനൊരു പെണ്ണ് ഖിദ്മ ചെയ്തു കൊടുത്താൽ, സേവനം ചെയ്തു കൊടുത്താൽ, നരകത്തിൽ
സ്വർഗത്തിന്റെ വാതിലുകൾ അവളെ തൊട്ട് കൊട്ടിയടക്കപ്പെടുന്നു. പുതിയതിലാ സമാനിയത്തു അബ്വാബിൽ ജന്ന, സ്വർഗത്തിന്റെ 8 കവാടങ്ങൾ അവളെ വേണ്ടി അല്ലാഹു തആല മലർക്കെ തുറന്നു കൊടുക്കുകയും ചെയ്യുന്നു. മഹാനായ നബി മുഹമ്മദ് റസൂലുള്ളാഹി നമ്മുടെ ഭർത്താവിന് നമ്മൾ ഒരാഴ്ചയല്ല ചെയ്തു കൊടുത്തു. നമ്മുടെ ജീവിതത്തിലെ പല സ്ഥലങ്ങളിലും പല അവസരങ്ങളിലും അദ്ദേഹം എന്റെ കൂടെ ഉണ്ടാകുമ്പോഴല്ല ഞാൻ സേവനം ചെയ്തതാണല്ലോ. ഉമ്മ നിങ്ങൾക്ക് ദുആ ചെയ്യാ റബ്ബേ, ഞങ്ങൾക്ക് നീ തക്ക പ്രതിഫലം നൽകണേ അല്ലാഹ്. ഇതാണ് ഭർത്താക്കന്മാരെ വസ്ത്രാലി കൊടുത്ത കൂടി. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ.